ക്രൈസ്തവർ മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് പ്രവാചകനാണെന്ന് ഇതുവരെ അംഗീകരിക്കുന്നില്ല. അംഗീകരിച്ച വലിയ വലിയ ക്രൈസ്തവരൊക്കെ ഇസ്ലാമിലേക്ക് കടന്നു വന്നു, ആധുനിക കാലത്തും പൗരാണിക കാലത്തും. സഹാബികളുടെ കൂട്ടത്തിൽ പോലും അങ്ങനെ റസൂലിനെ കാത്തുകാത്തിരുന്ന് ആ പ്രവചനങ്ങളെല്ലാം മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ കൃത്യമായി പുലരുന്നത് നേരിട്ട് അനുഭവിച്ച് ഇസ്ലാമിലേക്ക് കടന്നു വന്ന വലിയൊരു സംഘമുണ്ട്. കഅബുൽ അഹ്ബാർ റളിയല്ലാഹു അൻഹു അടക്കം. അവരൊക്കെ ഇസ്ലാമിലേക്ക് കടന്നു വന്നത് അവർ കാത്തിരുന്ന പ്രവാചകന്റെ എല്ലാ വിശേഷണങ്ങളും അള്ളാഹുവിന്റെ റസൂലിൽ മേളിച്ചത് നേരിട്ട് ബോധ്യപ്പെട്ടിട്ടാണ്. ബൈബിളിലാണെങ്കിലും പുതിയ നിയമത്തിലും പഴയ നിയമത്തിലും കാത്തിരിക്കുന്ന ഒരു പ്രവാചകനെ കുറിച്ചുള്ള പ്രവചനങ്ങളുണ്ട്. എന്റെ വിഷയം അതല്ലാത്തത് കൊണ്ട് ഞാൻ അങ്ങോട്ട് ആഴത്തിൽ പോകുന്നില്ല. ആ പ്രവാചകനെ അവർ കാത്തിരുന്നു. ഓരോ വിപ്ലവക്കാർ വരുമ്പോഴും അവർ ചെന്ന് നീയാണോ ആ പ്രവാചകൻ എന്ന് ചോദിക്കുന്നു. യോഹന്നാൻ സുവിശേഷത്തിന്റെ 1-ാം അധ്യായത്തിന്റെ 18-ാമത്തെ വാക്യത്തിൽ സ്നാപക യോഹന്നാൻ എന്ന് പറയുന്ന യഹ്യാ നബി ദഅവത്തുമായി വരുന്ന സന്ദർഭം വിശദീകരിക്കുന്നുണ്ട്. ആ സമയത്ത് ജൂത പുരോഹിതന്മാരും പണ്ഡിതന്മാരും എല്ലാവരും കൂടെ ചെന്നിട്ട് നീ ഏലിയാവാണോ എന്ന് ചോദിക്കുന്നുണ്ട്. ഇല്യാസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ആകാശത്തേക്ക് ഉയർന്നു, അവരത് വിശ്വസിക്കുമായിരുന്നു. പിന്നെ എപ്പോഴും അത് മടങ്ങി വരുമെന്ന് അവർ വിശ്വസിച്ചിരുന്നു. അതുകൊണ്ട് നീ ഏലിയാവാണോ എന്ന് ചോദിക്കുന്നുണ്ട്. നീ ക്രിസ്തു ആണോ എന്ന് ചോദിക്കുന്നുണ്ട്. കാരണം ക്രിസ്തു എന്ന് പറയുന്ന ഒരു സമുദ്ധാരകൻ വരുമെന്ന് അവർ വിശ്വസിച്ചിട്ടുണ്ടായിരുന്നു. ഈ രണ്ട് ചോദ്യത്തിനും അല്ല മറുത്തൊന്നും കൂടാതെ ഉറപ്പിച്ചു പറഞ്ഞു എന്നാണ് പഴയ ബൈബിളിന്റെ ഭാഷ. ഒരു എതിർപ്പും കൂടാതെ ഉറപ്പിച്ചു പറഞ്ഞു ഞാനതല്ല എന്ന് സ്നാപക യോഹന്നാൻ യഹ്യാ നബി അലൈഹി സ്വലാം.